ഇപ്പോൾ ഈ ഓവർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ആ ഓവർ ട്രീറ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിന് ഒരു വലിയ പങ്കുണ്ട് അത് സക്സസ്ഫുൾ ആവാനോ അല്ലെങ്കിൽ റിക്കവറി നടക്കാനോ അല്ലെങ്കിൽ വീണ്ടും വരാതിരിക്കാനൊക്കെ ഉള്ള കാരണങ്ങൾക്ക്. അപ്പം ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ട വില കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്? അതിന് ഞാനൊരു പേഷ്യൻ്റ് എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. നമ്മൾ ഈ ഓവർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം നമ്മളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഓവർ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അവയവങ്ങൾ എടുത്തു മാറ്റുന്നത് തന്നെ ഒന്ന് തൈറോയിഡിൽ എന്തെങ്കിലും മുഴ വന്നാൽ അത് ക്യാൻസർ ആണെന്ന് സംശയമുണ്ട് എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ എടുത്തു മാറ്റുന്നത്. അപ്പം നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ഒരു ഫിയറാണ് അതിലേക്ക് കാണുന്നത്. ഈ മൾട്ടിന്യൂഡുലാർ ഗോയിറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അതിന് ശരിക്കും അയഡിൻ കറക്റ്റ് അതിലെന്തൊക്കെയാണ് അയഡിൻ, അല്ലെങ്കിൽ ഫുഡിൽ സയനൈഡ് കൂടുതൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് ചെയ്യേണ്ടതിന് വരെ ഒരു മുഴ ഉണ്ടപ്പോൾ തന്നെ ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ തന്നെ എടുത്ത് കളയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവറിയും യൂട്രസും. ഓവറിയിലൊക്കെ ചെറിയ സിസ്റ്റ് വരുമ്പോൾ തന്നെ അതിന് വേണ്ടി ഇപ്പോൾ ലാപ്രോസ്കോപ്പി ഉണ്ടല്ലോ, വളരെ റാമ്പൻ്റായിട്ട് അങ്ങനത്തെ. ഇത് പേഷ്യൻ്റെ പേടി, അത് ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതല്ല. പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ഈ ഡോക്ടർ ഇത് ക്യാൻസർ ആണോ എന്ന് ചോദിക്കുമ്പം അതിനുണ്ട്. ഇന്നിപ്പോൾ ക്യാൻസർ ആണോ എന്ന് നോക്കാൻ MRI ഉണ്ട്, പെറ്റ് സ്കാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ പല ടെസ്റ്റുകളും ഉണ്ട്. ഈ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് നോക്കി അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം. എന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡൗട്ട്ഫുള്ളേ ഉള്ളെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എത്ര മാർഗങ്ങളുണ്ട് നമുക്കത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം അൾട്രാസൗണ്ട് സ്കാനുണ്ട്, CT സ്കാനുണ്ട്, MRI ഉണ്ട്, പെറ്റ് സ്കാനുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കാതെ ഇപ്പോൾ ഈ തൈറോയ്ഡ്, യൂട്രസും ഓവറിയൊക്കെ പോലെയുള്ള എടുത്തു കളയുന്നത് വളരെ കോമൺ ആണെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇതൊരു 18 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അദ്ദേഹത്തിന് തൈറോയിഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. പോയി ചെക്ക് ചെയ്തപ്പോഴാണ് തൈറോയിഡിൻ്റെ ഒന്ന് ചുമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ 1-2 നൊഡ്യൂൾസ് ഉണ്ട്, ചെറിയ 3-4 നൊഡ്യൂളുണ്ട്.